ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ കുറേയധികം കാര്യങ്ങൾ ലാലേട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഫസ്റ്റ് തന്നെ സംസാരിച്ച കാര്യം അക്ബർ ഖാൻ രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ആ ഒരു കാര്യമാണ്. നിക്നെയിം കൊടുത്തതാണ്. ഫസ്റ്റ് ലാലേട്ടൻ അവരടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെ അടുത്ത് എണീക്കാൻ പറഞ്ഞു. എണീറ്റതിന് ശേഷം അക്ബറിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഇതേ കണക്കൊരു പേര് രേണുവിനിട്ടതെന്ന് ചോദിച്ച സമയത്ത് അക്ബർ പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഭയങ്കരമായിട്ട് ഒഫെൻസീവായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, തോന്നി അങ്ങനെ ചെയ്തതാണ് എന്നുള്ളൊരു കാര്യം ലാലേട്ടൻ്റെ അടുത്ത് അക്ബർ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം, എല്ലാ ഏജിലുള്ള ആൾക്കാരും നമ്മുടെ ഈ ബിഗ് ബോസ് കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് മ്യൂച്വലായിട്ടുള്ള റെസ്പെക്റ്റൊക്കെ എല്ലാവർക്കും വേണം. സംസാരിക്കുന്ന സമയത്ത് അത് ഓർക്കുകയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണു സുധി അടുത്ത് ചോദിച്ചത് വിഷമമായോ എന്നൊക്കെ ചോദിച്ച സമയത്ത് രേണു സുധിയും പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സോറി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. ലാലേട്ടൻ പറഞ്ഞു അതങ്ങനെയല്ല, ഇനി അത് പറയാതെയൊക്കെ ഇരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം മെയിനായിട്ട് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ കാര്യമാണ്. ഷാനവാസിന് എന്തോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കുറേ പ്രാവശ്യം ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഹെൽത്ത് എന്നറിയാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ ഷാനവാസിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും ഭാര്യയടുത്തും കുട്ടിയടുത്തൊക്കെ സംസാരിക്കാൻ പറ്റി. അവർ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഹെൽത്ത് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ കളിച്ചോളാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഹെൽത്ത് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ ഷാനവാസിനുണ്ട്. അതുകൊണ്ട് നല്ല മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. ലാലേട്ടൻ പറയുകയും ചെയ്ത് ഹെൽത്തൊക്കെ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഗിസേലിൻ്റെ കാര്യമാണ്. ഗിസേലുണ്ടെങ്കിൽ മേക്കപ്പ് കിറ്റൊക്കെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി മൊത്തത്തിൽ കൊടുത്തില്ല, കുറച്ച് കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കുറേ പ്രാവശ്യം ബിഗ് ബോസ് പറഞ്ഞിട്ടും കൊടുക്കാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ലാലേട്ടൻ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരേ കണക്കല്ലേ നിയമം, അത് ഗിസയിൽ ചെയ്ത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ നിന്നെടുത്ത് ഗിസേലിൻ്റെ പെട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനിപ്പോൾ ഇനി കിട്ടത്തില്ല എന്നും ഗിസേലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒരു മെയിനായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഗിസേൽ അത് കേട്ടത് ഭയങ്കരമായിട്ട് ഷോക്കായി. കാരണം പുള്ളിക്കാരിക്ക് മേക്കപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. സോ അത് കേട്ടതും ഗിസേൽ ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ട്. അടുത്ത പിന്നെ നെവിൻ്റെ കാര്യമാണ്. നെവിൻ ഉണ്ടെങ്കിൽ ആര്യൻ്റെ കയ്യിൽ നിന്ന് ആര് മോഷ്ടിച്ച കാര്യങ്ങളൊക്കെ അത് ആ ഒരു വീഡിയോ അവരെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. നെവിൻ എങ്ങനെയാണ് മോഷ്ടിച്ചത്, എന്താണ് അതിന് ശേഷം ചെയ്ത കാര്യങ്ങൾ, അതൊരു കോമഡി രീതിയിൽ ആ ഒരു സംഭവം പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നെവിനെ ഭയങ്കരമായിട്ട് നോക്കി. ആര്യം തന്നെ ഭയങ്കരമായിട്ട് ഷോക്കായി, ഇവൻ തന്നെയാണോ അത് എടുത്തതെന്നുള്ളൊരു കാര്യം, കാരണം ഡൗട്ടില്ലാതിരുന്നതായിരുന്നു. സോ അതിനുശേഷം അനീഷിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്യാപ്റ്റൻ ആയതിനെക്കുറിച്ചൊക്കെ ബാക്കിയുള്ളവരെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച സമയത്ത് കുറേ പേരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ നല്ലോണം ചെയ്തു, ക്യാപ്റ്റൻസിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അത് കേട്ടത് ഭയങ്കര സന്തോഷമായി. ഓക്കെ, ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റാണ് എന്ന് വിചാരിച്ച് അനീഷിനത് കുറച്ച് സന്തോഷമായെന്നാണ് കണ്ടപ്പം തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ചൊറിയുന്ന കാര്യമൊക്കെ കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം മെയിനായിട്ട് ലാലേട്ടൻ ഒനീൽ സാബു അതുപോലെ തന്നെ റെനയെടുത്തും ചെറുതായിട്ട് വലിയതായിട്ട് ടച്ച് ചെയ്യാൻ നിന്നില്ല. ചോദിച്ചു എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, എന്തോ 2K കിട്ടുന്നു അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. ആ സമയത്തുണ്ടെങ്കിലും എണീറ്റ് നിന്നിട്ടില്ല, വലിയ പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞു ഒനീൽ സാബു ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ പറഞ്ഞു കുറേയധികം പേര് കളിക്കുന്നതൊന്നുമില്ല, ചുമ്മാ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അത് പറ്റത്തില്ല, നല്ല രീതിയിൽ കളിക്കും, നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യവും കുറച്ചേ കിട്ടുന്നോളൂ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്ന സമയം യൂസ് ചെയ്യുക, ടാസ്ക് എല്ലാം നല്ലോണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡ് ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.